ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷീബാസ് റെസിപ്പീസ്. ഇന്ന് നമുക്ക് സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള ഉണക്കച്ചെമ്മീൻ ഉലർത്തിയത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതിനു വേണ്ടി ഞാൻ 1/4 കപ്പ് ഉണക്കച്ചെമ്മീൻ ഒന്ന് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഉണക്കച്ചെമ്മീൻ്റെ ആ തലഭാഗം ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് 3-4 പ്രാവശ്യം ഒന്ന് കഴുകി വെച്ചേക്കും. ഇത് ഒരു 30 ഗ്രാം ഒക്കെ കാണും. അപ്പോൾ ഇത് ചട്ടിയിലോട്ടിട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ടൊരു 3 ടേബിൾ സ്പൂൺ തേങ്ങാക്കൊത്തിട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി. അപ്പം ഞാൻ 2 പീസ് കുടംപുളി 3-4 കീറിയിട്ട് കുറച്ച് വെള്ളത്തിലൊന്ന് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അരമണിക്കൂർ നേരം ഒന്ന് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇതും കൂടെ ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതിലോട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം, 1/4 ടീസ്പൂൺ. അപ്പം ഞാൻ ചെറിയൊരു ക്വാണ്ടിറ്റിയാണ് കാണിക്കുന്നത്. നിങ്ങൾക്ക് ഏറെ വേണമെങ്കിൽ ഇതിൻ്റെ ഡബിൾ എടുത്ത് ചെയ്യാം. ഇനി ഇതിലോട്ട് 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. നല്ലതായിട്ടൊന്ന് ഇളക്കിയിട്ട് അടച്ച് വെച്ച് വേവിക്കാം. മീഡിയത്തിനെക്കാട്ടിൽ ഇച്ചിരി ഒന്ന് കുറച്ച് വെക്കാം ഫ്ലെയിം. ഇതിപ്പോൾ കൊഞ്ചൊക്കെ വെന്തിട്ടുണ്ട്, വെള്ളമൊക്കെ വറ്റി ഒരു 1/4 കപ്പ് വെള്ളമായിട്ടുണ്ട്. അപ്പോൾ ഈ വെള്ളം ഒന്ന് മാറ്റി വെക്കണം. ഇത് നമുക്കിനി ഇതിലോട്ട് ചേർക്കാൻ ആവശ്യമുണ്ട്. അപ്പം മൺചട്ടിയിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം, 2-3 ടേബിൾ സ്പൂൺ. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് ചെറിയ ഉള്ളി ചതച്ചതിട്ട് കൊടുക്കാം, 100 ഗ്രാം ചെറിയ ഉള്ളി ചതച്ചത്, കുറച്ച് കറിവേപ്പില, അതുപോലെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത്, അത് 1/4 ഇഞ്ച് സൈസിൻ്റെ 1 പീസ് ഇഞ്ചിയും പിന്നെ മീഡിയം സൈസിലെ ഒരു 5 വെളുത്തുള്ളി എടുത്തിട്ടുണ്ടായിരുന്നു. അത് രണ്ടും കൂടെ ഒന്ന് ചതച്ചാൽ മതി. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതൊക്കെ വഴറ്റിയെടുക്കാൻ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇതിപ്പോൾ കുറച്ചൊന്ന് വഴന്നിട്ടുണ്ട്. ഇതിലോട്ട് 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. അതുപോലെ 1/2 ടീസ്പൂൺ ചതച്ച മുളക്, 1-2 ടീസ്പൂൺ ഇടാം, നിങ്ങളുടെ എരിവിനനുസരിച്ച്. ഞാനിപ്പോൾ 2 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ചെമ്മീനായതുകൊണ്ട് കുറച്ച് എരിവിരിക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഇതും കൂടെ ചേർത്ത് ഇളക്കി കൊടുക്കുക. ലോ ഫ്ലെയിമിൽ ഇളക്കിയാൽ മതി. കുറച്ചും കൂടെയൊക്കെ ഒന്ന് വഴന്ന് വരണം. 2 മിനിറ്റ് നേരം കൂടെയൊക്കെ ഒന്ന് ഇളക്കാം. ഇതിപ്പോൾ ഒന്ന് വഴന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ ഈ വേവിച്ച് വെച്ചേക്കുന്ന കൊഞ്ചും തേങ്ങാക്കൊത്തും ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിനകത്തുനിന്ന് ഞാൻ ആ പുളിക്കഷ്ണമൊക്കെ മാറ്റിയിട്ടുണ്ട്. ഇനി അത് വേണ്ട, പാകത്തിനുള്ള ഉപ്പും കൂടി ഇടാം. നല്ലതായിട്ടൊന്ന് ഇളക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ വേവിച്ച് കഴിഞ്ഞപ്പോൾ ഉള്ള വെള്ളം മാറ്റി വെച്ചതും കൂടി ഒഴിച്ച് കൊടുക്കാം. ഒരു 1/4 ഗ്ലാസോളം കാണും. ഈ സമയത്ത് മീഡിയം ഫ്ലെയിമിൽ വെക്കാം. അത് ചെമ്മീൻ വേവിച്ച വെള്ളമൊക്കെ വറ്റി എണ്ണ തെളിയുന്നിടം വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ എണ്ണയൊക്കെ തെളിഞ്ഞിട്ടുണ്ട്, പക്ഷേ കുറച്ച് നേരം കൂടെ ഒന്ന് ഇളക്കണം. ഇച്ചിരി കൂടെ ഒന്ന് ഡ്രൈ ആവണം. ഇത് നിങ്ങൾക്ക് ഈ പരുവത്തിൽ കഴിക്കണമെന്നുണ്ടെങ്കിൽ കഴിക്കാൻ കുഴപ്പമില്ല. അപ്പോൾ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി ഇട്ട് കൊടുത്ത് ഒന്ന് നിർത്തി ഇട്ട് കൊടുത്ത് ഒന്ന് ഉലർത്തിയെടുക്കണം. അപ്പോൾ ചെമ്മീനൊക്കെ ചെറുതായിട്ടൊക്കെ ഒന്ന് മൂത്തും കിട്ടും. അപ്പോൾ ഇത്രയും മതി. ഇതായിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ ആക്കിയെടുത്തിട്ടുണ്ട്. ഇതൊരു 3 പേർക്ക് കഴിക്കാനൊക്കെയുള്ള ഒരു അളവാണ് ഇത്. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ ഇതിൻ്റെ ഡബിൾ എടുത്താൽ മതി. അപ്പോൾ എല്ലാ ഇൻഗ്രീഡിയൻസും ഡബിൾ എടുക്കാം. ഇപ്പോൾ ചോറിൻ്റെ കൂടെ കഴിക്കാൻ ഇത് മാത്രം മതി. സൂപ്പർ ടേസ്റ്റ് ചെയ്ത് ആ ചെമ്മീനും ആ തേങ്ങാക്കൊത്തും എല്ലാം കൂടെ ചേർത്ത് കഴിക്കുമ്പോൾ നല്ല രുചിയായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു ചെമ്മീൻ ഉലർത്തിയത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. പിന്നെ നിങ്ങളുടെ കമൻസും ഒക്കെ അറിയിക്കണേ. താങ്ക് യു.